ഹലോ എവരിവൺ, വെൽക്കം ടു AZB അക്കാഡമി. AZB അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നിങ്ങളിൽ പലരും ഈ പറയുന്ന RRB NTPC അണ്ടർ ഗ്രാജുവേറ്റ്സിൻ്റെ ഒക്കെ എക്സാമിനേഷൻ എഴുതി റിസൾട്ടിന് വേണ്ടിയിട്ടൊക്കെ വെയിറ്റ് ചെയ്യുന്നവരായിരിക്കും അല്ലേ. അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ ഏകദേശം എത്രത്തോളം മാർക്ക് കിട്ടുമെന്നതിനെ പറ്റിയിട്ട് ഏകദേശം ധാരണ ഉണ്ടായിരിക്കുമല്ലോ അല്ലേ. അപ്പം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് പറയുന്നത് CBT2 ഈ പറയുന്ന അണ്ടർ ഗ്രാജുവേഷൻ CBT2 എന്ന് പ്രതീക്ഷിക്കാം. അതേപോലെ തന്നെ ഇപ്പോൾ CBT കഴിഞ്ഞിട്ടുണ്ടായിരുന്ന CBT1ൻ്റെയും അതിൻ്റെ റിസൾട്ടും അതിൻ്റെ ആൻസർക്കും മറ്റു കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം നമുക്ക് ഇന്ന് പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളാണ് എന്ത് ചെയ്യാൻ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്നുള്ളതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഈ പറയുന്ന RRB NTPC അണ്ടർ ഗ്രാജുവേറ്റ്സിൻ്റെ ഒക്കെ എക്സാമിനേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ പറയുന്ന മെയ് 7-8 തീയതികളിലായിട്ടാണ് എന്ത് ചെയ്യുന്നത് ആദ്യം നടന്നത്. പിൽക്കാലങ്ങളിൽ നല്ലൊരു ഗ്യാപ്പ് വന്നതിന് ശേഷം നമ്മുടെ ജൂൺ മാസത്തോടു കൂടി തന്നെ അല്ലെ 13, 14, 15, 16 പിന്നെ ഒരു ഇടയ്ക്ക് വന്ന ശേഷം ഇപ്പോൾ 20-ാം തീയതി വരെയാണ് എന്ത് ചെയ്യുന്നത് നടന്നിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അണ്ടർ ഗ്രാജുവേഷൻ്റെ എക്സാമിനേഷൻ എല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് പ്രധാനമായിട്ട് അറിയേണ്ടത് ഈ പറയുന്ന CBT1ൻ്റെ റിസൾട്ട് നമുക്ക് എന്ന് പ്രതീക്ഷിക്കാം. അതേപോലെ തന്നെ ഈ പറയുന്ന അതിൻ്റെ ആൻസർ കീ മറ്റു കാര്യങ്ങൾ അറിയാൻ അല്ലെ എങ്ങനെ അറിയാം എന്നുള്ളതാണ്. കാരണം ഈ ആൻസർ കീ ഒക്കെ വന്നതിന് ശേഷം മാത്രമേ നമുക്ക് ഈ പറയുന്ന എത്രത്തോളം മാർക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ടെന്നുള്ളത് എന്ത് ചെയ്യുമ്പോൾ നമുക്ക് ഈ പറയുന്ന രീതിയിൽ കണക്കാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ എന്നുള്ളതാണ് അല്ലേ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ ഈ പറയുന്ന പൊതുവെ ഒരു പരീക്ഷ കഴിഞ്ഞ് അതിൻ്റെ 10-15 ദിവസത്തിന് ശേഷമായിരിക്കും എന്ത് ചെയ്യുന്നത് അതിൻ്റെ ആൻസർ കീ നമുക്ക് പ്രതീക്ഷിക്കാൻ വേണ്ടി സാധിക്കുക. കാരണം ഈ പറയുന്ന ഗ്രാജുവേഷൻ്റെ ഒക്കെ എക്സാമിനേഷൻ കഴിഞ്ഞ് ഒരു 10-15 ദിവസത്തിനൊക്കെ ശേഷമായിരുന്നു എന്ത് ചെയ്യുന്നത് അതിൻ്റെ ആൻസർ കീ ഔട്ടായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ റെയിൽവേ അതിൻ്റെ ഈ പറയുന്ന പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി സ്പീഡ് ആക്കുന്ന സമയം കൂടി ആയതുകൊണ്ട് തന്നെ ഒരു 10-15 ദിവസം നമ്മൾ ഇച്ചിരി കൂട്ടിയാൽ തന്നെ ഏകദേശം ഒരു ഒന്നെങ്കിൽ നമ്മൾ ഈ പറയുന്ന രീതിയിൽ 30 ജൂൺ 30 ജൂണിനുള്ളിൽ തന്നെ ഒന്നെങ്കിൽ 30 ജൂൺ അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ ജൂലൈ അല്ലേ ഒരു 1-2 ജൂലൈ 1-നോ 2-നോ ഒക്കെ ഇടയിലായിട്ടൊക്കെ നമുക്ക് എന്ത് പ്രതീക്ഷിക്കാം. അപ്പോൾ അത് ഒന്ന് ചിലപ്പോൾ അതിന് മുമ്പേ വരാം കേട്ടോ. ഈ പറയുന്ന രീതിയിൽ ഒരു 28-നോ അല്ലെങ്കിൽ ഒരു 29-ഓ 30-ഓ ആ തീയതികളിൽ തന്നെ ചില വരാനുള്ള ചാൻസുകളൊക്കെ ഏറെയാണ്. എന്നിരുന്നാലും നമുക്ക് ഈ പറയുന്ന രീതിയിൽ ഇച്ചിരി കൂടെ നമ്മൾ ഒന്ന് കൂട്ടി ചിന്തിക്കുകയാണെങ്കിൽ തന്നെ 30 ജൂണിനോ അല്ലെങ്കിൽ ഈ പറയുന്ന 1-2 ജൂലൈക്ക് ഇടയിലായിട്ട് നമുക്ക് എന്ത് പ്രതീക്ഷിക്കാം അതിൻ്റെ ആൻസർ കീ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പ്രതീക്ഷിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നുള്ളതാണ് അല്ലേ. ആൻസർ കീ പ്രതീക്ഷിക്കാം. ആൻസർ കീ ഒക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലേ പിന്നെ നമുക്ക് ഒരുപാട് സമയം കിട്ടിയെന്ന് വരില്ല ഈ പറയുന്ന CBT2-ന്. കാരണം ഈ പറയുന്ന RRB അവർ പുറത്തിറക്കിയിട്ടുണ്ടായിരുന്ന ഈ പറയുന്ന ഒരു നോട്ടീസിൽ അടുത്തിടെ ഈ പറയുന്ന അശ്വിനി വൈഷ്ണവായിട്ട് നടന്നിട്ടുണ്ടായിരുന്ന ഒരു മീറ്റിങ്ങിന്റെ ഭാഗമായിട്ട് RRB അവരെന്തൊരു നോട്ടീസ് PAB-ൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ നോട്ടീസിനകത്ത് നമ്മൾ ഈ പറയുന്ന നടന്നുകൊണ്ടിരുന്ന ഈ RRB NTPC-യുടെ എക്സാം അല്ലെ ഈ പറയുന്ന രീതിയിൽ 7 അതേപോലെ 9-5-ന് മറ്റന്നാൾ നടന്നതും അതേപോലെ തന്നെ ഇപ്പോൾ 13-6 മുതൽ 26 വരെ നടന്നിട്ടുണ്ടായിരുന്ന RRB NTPC അണ്ടർ ഗ്രാജുവേഷൻ്റെ എക്സാമിനേഷൻസിന്റെ ഒക്കെ CBT2-ന്റെ ഡേറ്റും എന്ത് ചെയ്തിരുന്നു അവര് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഈ പറയുന്ന രീതിയിൽ 17-9-2026 വിച്ച് മീൻസ് ഈ പറയുന്ന സെപ്റ്റംബർ 17-നുള്ളിൽ തന്നെ അല്ലെങ്കിൽ ആ ഒരു ടൈം പീരീഡിന് ഇടയ്ക്കൽ നമുക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോൾ സെപ്റ്റംബർ തന്നെ നമുക്ക് കണക്ക് കൂട്ടാം. സെപ്റ്റംബറിൽ തന്നെ അവർ ഇപ്പോൾ CBT2 നടത്താനുള്ള എന്ത് ചെയ്യുന്നുണ്ട് തയ്യാറെടുപ്പുകൾ അവർ നടത്തിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതായത് നമുക്ക് ഈ പറയുന്ന സെപ്റ്റംബറിൽ തന്നെ എന്ത് പ്രതീക്ഷിക്കാം ഈ പറയുന്ന CBT2 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പ്രതീക്ഷിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അതായത് CBT1 ക്ലിയർ ചെയ്തു എന്നുള്ള ഏകദേശം ഉറപ്പുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ച് അതായത് CBT1 ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഈ പറയുന്ന രീതിയിൽ ഒരു 70-ന് മുകളിൽ അതായത് നിങ്ങൾ ഈ പറയുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും ഏകദേശം 100 മാർക്കിനാണ് പരീക്ഷ എന്ന് പറയുന്നത്. അതിന് ഈ പറയുന്ന 70-ന് മുകളിൽ 75 ഏകദേശം 75 75-ന് മുകളിലൊക്കെ കിട്ടിയിട്ടുള്ള ആളുകളൊക്കെ ആണെങ്കിൽ നമുക്ക് നിങ്ങൾ പ്രിപ്പറേഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാം. ഓൾറെഡി ഇപ്പോൾ 70-75-ന് മുകളിലൊക്കെ എന്ത് ചെയ്യുന്നത് കിട്ടിയിട്ടുള്ള വ്യക്തിയാണെങ്കിൽ എന്ത് ചെയ്യാം തീർച്ചയായിട്ടും CBT2-ന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക നിങ്ങൾക്ക് ഈ പറയുന്ന പ്രിപ്പറേഷൻസ് കൊണ്ടുപോകുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക പ്രിപ്പറേഷൻസ് എന്താണ് ഇച്ചിരിയും കൂടെ നല്ല രീതിയിൽ കൊണ്ടുപോകുക. CBT2 എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യൽ ആണെന്ന് അറിയാമല്ലോ. അപ്പോൾ അതിലേക്ക് എന്ത് ചെയ്യുക ഇച്ചിരിയും കൂടെ നല്ല രീതിയിൽ എന്ത് ചെയ്യുക നിങ്ങൾ പ്രിപ്പറേഷൻസ് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു കാര്യം ആലോചിക്കുക ഈ പറയുന്ന ഇനി കുറച്ച് മാസങ്ങൾ നമ്മുടെ കിട്ടത്തുള്ളൂ. ഈ പറയുന്ന രീതിയിൽ ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ അല്ലെ ഇപ്പം കൂടിപ്പോയി കഴിഞ്ഞാൽ 2 മാസമായി കൂടുതൽ നമുക്ക് എന്ത് ചെയ്യാൻ കിട്ടാൻ സാധ്യതയുള്ളൂ. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവർ ഈ പറയുന്ന സെപ്റ്റംബർ 17-ന് തന്നെ അല്ലെങ്കിൽ ആ ഒരു തീയതിക്കിടയിൽ തന്നെ അവർ ഈ പറയുന്ന എക്സാമിനേഷൻ നടത്തുകയാണെങ്കിൽ 2 മാസത്തിനുള്ളിൽ തന്നെ നമ്മൾ ഈ പറയുന്ന രീതിയിൽ പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യാനും നമ്മൾക്ക് ഈ പറയുന്ന രീതിയിൽ CBT1 നമുക്ക് വന്നിട്ടുണ്ടായിരുന്ന പിഴവുകൾ മനസ്സിലാക്കിക്കൊണ്ട് അത് എന്ത് ചെയ്യുക അത് തിരുത്തിക്കൊണ്ട് മുന്നോട്ടേക്ക് പോകാൻ എന്ത് ചെയ്യണം ശ്രമിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അതിനെ നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ തള്ളിക്കളയാലേ വേണ്ടത്. ഈ പറയുന്ന റിസൾട്ടൊക്കെ വരട്ടെ അതിനുശേഷം പഠിച്ചു തുടങ്ങാന്നുള്ള രീതിയിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യരുത് നിൽക്കരുത്. കാരണം നിങ്ങൾ എന്ത് ചെയ്യും അത് ഒരുപാട് പുറമോട്ടേക്ക് വലിക്കും. കാരണം നിങ്ങൾ അത് എത്രത്തോളം ഈ പറയുന്ന രീതിയിൽ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതിലും അതേപോലെ തന്നെ കാര്യങ്ങൾ ഓർത്തിരിക്കുന്നതിലും നിങ്ങൾ ഒരുപാട് പുറമോട്ടേക്ക് വലിക്കും. അതുകൊണ്ട് തന്നെ ഒരു 70-75-നൊക്കെ മൂലം കിട്ടിയിട്ടുള്ള ഒരു ഉദ്യോഗാർത്ഥിയാണ് നിങ്ങളെങ്കിൽ അങ്ങനെ ഒരു വിശ്വാസം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക തീർച്ചയായിട്ടും CBT2-ന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക പ്രിപ്പറേഷൻസ് തുടങ്ങുക തന്നെ എന്ത് ചെയ്യണമെന്നുള്ളതാണ്. അല്ലേ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അതേപോലെ CBT തേടുന്ന ഉദ്ദേശിക്കുന്ന പ്രധാനമായിട്ട് 3rd സ്റ്റേജ് എന്ന് പറയുന്നത് അത് ഈ പറയുന്ന ടൈപ്പിംഗ് ഒക്കെ ബന്ധപ്പെട്ട് കിടക്കുന്ന കുറച്ച് സ്റ്റേജുകളാണ്. അപ്പോൾ അതിൻ്റെ ഉൾപ്പെടെയുള്ള തീയതികൾ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ അടുത്ത മാർച്ച് 2027
മാർച്ചിനോട് കൂടി തന്നെ ഈ പറയുന്ന ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ എല്ലാം കഴിഞ്ഞ് ആളുകളെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറഞ്ഞ എടുത്ത് തുടങ്ങുന്നതൊക്കെ തന്നെയാണ് എന്ത് ചെയ്യുന്ന നോട്ടീസിന് പ്രധാനമായിട്ടും RRB പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ അതെന്ന് വെച്ചാൽ നല്ലൊരു ശുഭപ്രതീക്ഷയും കൂടിയാണ്. കാരണം ഇപ്പോൾ RRB എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് തന്നെ അതിന്റെ ഈ പറയുന്ന നോട്ടിഫിക്കേഷൻസ് എക്സാമിനേഷൻസും എല്ലാം തന്നെ വളരെ പെട്ടെന്ന് എന്ത് ചെയ്യുന്നത് നടത്തിക്കൊണ്ട് പോകുന്നു എന്നുള്ളതാണ് അല്ലെ. ഈ പറയുന്ന ചെറിയ കേസുകളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെയാണ് എന്ത് ചെയ്യുന്നത് മറ്റു പരീക്ഷകളൊക്കെ ഏകദേശം ചെറിയ ലാഗൊക്കെ വരുന്നത്. എന്നിരുന്നാലും അതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, മാറ്റി ഈ പറയുന്ന രീതിയിൽ ഒരു ട്രാക്കിലേക്ക് വരാൻ ആരെ കൊണ്ട് സാധിക്കുന്നുണ്ട്, RRBയെ കൊണ്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. ഇനി ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ ഈ പറയുന്ന CBT 2 വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ, നിങ്ങൾക്ക് ഈ പറയുന്ന നല്ല രീതിയിൽ ഗൈഡൻസോട് കൂടി തന്നെ ഇത് ക്ലിയർ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, നമ്മുടെ AZB അക്കാഡമിയിൽ RRB NTPCക്ക് വേണ്ടിയിട്ട് കംപ്ലീറ്റ് ബാച്ച് നമ്മൾ എന്ത് ചെയ്യുന്നത് ഓൾറെഡി ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. പിന്നെ ഭാഗമായിട്ട് ഈ പറയുന്ന രീതിയിൽ ലൈവ് ക്ലാസ്സും റെക്കോർഡ് ക്ലാസ്സുകളും ഡൗൺലോഡ് ചെയ്യുക PDF നോട്ടുകളും ടോപ്പിക് വൈസായ ക്ലാസ്സുകളും ടെസ്റ്റുകളും എല്ലാം എന്ത് ചെയ്യും ലഭ്യമാകുന്നതായിരിക്കും. അതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, പഠിച്ച് മുന്നോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നുള്ളതാണ്. പിന്നെ CBT 2 എന്താണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ പറയുന്ന രീതിയിൽ തൊട്ടുമ്പത്തെ കൂട്ട് 100 മാർക്കിനായിരിക്കില്ല. അപ്പോൾ അതിനേക്കാളും കൂടുതൽ മാർക്കിൽ എന്ത് ചെയ്യും, പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ വരുന്നതായിരിക്കും. പക്ഷേ 10, 120 മാർക്ക് അടുപ്പിച്ച് എന്ത് ചെയ്യും, നിങ്ങൾ ചോദ്യങ്ങളൊക്കെ എന്ത് ചെയ്യും അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, അതിൻ്റെ ട്രെയിനിങ്ങിൽ ഇൻസ്ട്രക്ചറിലൊക്കെ എന്ത് ചെയ്യണം മാറ്റങ്ങൾ വരുത്തണോ എന്നുള്ളതാണ്. സ്പീഡിൻ്റെ ആക്യുറസി എല്ലാം കൂട്ടിക്കൊണ്ട് വരികയും ചെയ്യണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ എത്രത്തോളം മാർക്കുകൾ പ്രതീക്ഷിക്കുന്നുണ്ട്, അതേപോലെ തന്നെ എത്രയായിരിക്കും കട്ട് ഓഫ് എന്നുള്ളതിനെ പറ്റി നിങ്ങളുടെ ഊഹങ്ങൾ എന്ത് ചെയ്യാം താഴെ കമൻറ്റായിട്ട് അറിയിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ കോഴ്സിലേക്കൊക്കെ ജോയിൻ ചെയ്യാൻ വേണ്ടി താല്പര്യപ്പെടുന്നവരാണെങ്കിൽ എന്ത് ചെയ്യാം, ആ താഴെ കാണുന്ന നമ്മൾ വിളിച്ചൊന്ന് കോൺടാക്ട് ചെയ്താലും മതി കേട്ടോ. പിന്നെ ഈ ക്ലാസ്സുകൾ കണ്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ഈ പറയുന്ന വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ സുഹൃത്തുക്കൾക്ക് ഈ പറയുന്ന രീതിയിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് ചെയ്യാം താഴെ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് അറിയിക്കാൻ സാധിക്കുന്നതാണ്. ഏകദേശം കട്ട് ഓഫ് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന നിങ്ങൾ ഈ പറയുന്ന ആ ഒരു പരീക്ഷയുടെ ഏകദേശം ആ സ്ട്രക്ചർ നിങ്ങൾ എഴുതിയിട്ടുണ്ട്, പരീക്ഷയുടെ ലെവലൊക്കെ എന്താണ് കണക്ക് കൂട്ടിക്കൊണ്ട് എത്രത്തോളം മാർക്ക് വരാം അല്ലെങ്കിൽ പറയുന്നത് എത്രത്തോളം കട്ട് ഓഫ് വരാം എന്നുള്ളത് നിങ്ങൾ എന്താണ് ഊഹങ്ങളാക്കി ഈ പറഞ്ഞ രീതിയിൽ എന്ത് താഴെ കമന്റ് ബോക്സിൽ അറിയിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. നിങ്ങൾ അതേപോലെ തന്നെ നിങ്ങളുടെ സംശയങ്ങളും അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും എന്ത് ചെയ്യുക തീർച്ചയായിട്ടും താഴെ കമൻറ്റായിട്ട് അറിയിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസ് അറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ എന്ത് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ. ഓക്കെ, അപ്പോൾ മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ. നല്ല രീതിയിൽ തയ്യാറെടുപ്പ് മുന്നോട്ടേക്ക് കൊണ്ടുപോകുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.